പച്ചപ്പ് നിറഞ്ഞ കേരളീയ ഗ്രാമങ്ങളുടെ ആകാശ കാഴ്ചകളിൽ ഒരിക്കൽ മായാത്തൊരു ചുവപ്പുണ്ടായിരുന്നു. ചാലിയാർ പുഴയുടെ ഓളങ്ങളേറ്റ് തീരങ്ങളിൽ ഉയർന്നു പൊങ്ങിയ പുകക്കൊടലുകളുടെ നാട്. അതെ, മലബാറിന്റെ വ്യവസായ ചരിത്രം ചുവപ്പിലെഴുതിയ കോഴിക്കോട്ടെ ഫറോക്ക്. എന്നാൽ ഇന്ന് കോൺക്രീറ്റ് മാളികകളുടെ കടന്നുകയറ്റത്തിൽ ആ ചുവപ്പഴകുകൾ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. വികസനത്തിന്റെ തിടുക്കത്തിൽ നമ്മൾ എവിടെയോ ഉപേക്ഷിച്ചു പോയ ഒരു പൈതൃകത്തിന്റെ കളിമൺ ചിത്രങ്ങളിലേക്ക് ഒരു നേർക്കാഴ്ച. കോൺക്രീറ്റ് കൊട്ടാരങ്ങൾക്കുള്ളിൽ ഇന്ന് മലയാളി ചൂടുപിടിച്ചൊരുകുകയാണ്. എയർ കണ്ടീഷണറുകൾക്കും ഫാനുകൾക്കും ശമിപ്പിക്കാൻ കഴിയാത്ത ചൂട്. എന്നാൽ പഴയ ഓടിട്ട വീടുകൾ പ്രകൃതിദത്തമായ എയർ കണ്ടീഷണറുകളായിരുന്നു. കളിമണ്ണിൽ തീർത്ത ഓടുകൾക്ക് ചൂടിനെ ആഗിരണം ചെയ്യാനും വീടിനകത്തെ താപനിലയെ എപ്പോഴും സുഖകരമായി നിലനിർത്താനും കഴിഞ്ഞിരുന്നു. കോൺക്രീറ്റ് മേൽക്കൂരകൾ സൂര്യതാപത്തെ നേരിട്ട് വീടിനകത്തേക്ക് കടത്തിവിടുമ്പോൾ ശ്വാസം മുട്ടുന്ന ചൂടിലേക്ക് മലയാളി സ്വയം നടന്നു കയറുകയായിരുന്നു. കേരളത്തിലെ ഓട് വ്യവസായത്തിന്റെ ചരിത്രം ചാലിയാർ പുഴയോളം ആഴമുള്ളതാണ്. മികച്ച കളിമണ്ണിന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ കോഴിക്കോട്ടെ ഫറോക്കായിരുന്നു ഈ വ്യവസായത്തിന്റെ തറവാട്. 1878 ചാലിയാറിന്റെ തീരത്ത് സ്ഥാപിതമായ ദ കാലിക്കറ്റ് ടൈൽ കമ്പനി കേരളത്തിലെ ആദ്യത്തെ മെക്കനൈസ്ഡ് ഓട്ട് കമ്പനിയായിരുന്നു. ഒപ്പം തൃശൂരിന്റെ പുതുക്കാടും പരിസര പ്രദേശങ്ങളും കൂടി ചേർന്നപ്പോൾ കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കളിമൺ വ്യവസായ കേന്ദ്രങ്ങളിലൊന്നായി മാറി. ഫറോക്കിലെ ഓടുകൾക്ക് വിദേശങ്ങളിലും പ്രിയമേറെയായിരുന്നു. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ഉരുവിലും വള്ളങ്ങളിലുമായി സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഓടുകൾ കടൽ കടന്നുപോയി. പക്ഷേ ആ പ്രതാപകാലം അധികം നീണ്ടുനിന്നില്ല. മാളിക വീടുകളോടുള്ള മലയാളിയുടെ കമ്പം വലിയൊരു വ്യവസായത്തിന്റെ നട്ടെല്ലൊടിച്ചു. ഒപ്പം കളിമണ്ണിന്റെ ദൗർലഭ്യം, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം മൂലം മണ്ണ് കിട്ടാതായത്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മണ്ണിന്റെ വൻ വിലക്കയറ്റം എന്നിവ വ്യവസായത്തെ തളർത്തി. ചൈനയിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള ഓടുകൾ വിപണി കീഴടക്കിയതോടെ മലബാർ, വെസ്റ്റ് കോസ്റ്റ്, ഹിന്ദുസ്ഥാൻ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഒന്നൊന്നായി പൂട്ടേണ്ടി വന്നു. ഇതോടെ തൊഴിൽ നഷ്ടമായത് തലമുറകളായി ഈ മണ്ണിൽ പണിയെടുത്ത 10,000-കണക്കിന് തൊഴിലാളികൾക്കാണ്. ജോലി നഷ്ടപ്പെട്ട് തങ്ങളുടെ പരമ്പരാഗത തൊഴിലിന്റെ ഓർമ്മകളിലേക്ക് ചുരുങ്ങിപ്പോയൊരു ജനത. ഇന്ന് ഫറോക്കിലെയും തൃശൂരിലെയും ഓട്ട് കമ്പനികളുടെ സൈറൻ ശബ്ദങ്ങൾ അണഞ്ഞു കഴിഞ്ഞു. ആധുനികതയുടെ ആർഭാടങ്ങൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഒരു വ്യവസായത്തെ മാത്രമല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായൊരു ബന്ധത്തെ കൂടിയാണ്. കോൺക്രീറ്റ് ചൂടിൽ വെന്തുരുകുമ്പോഴും ചാലിയാറിന്റെ തണുത്ത കാറ്റേറ്റ് വന്ന ആ പഴയ ഓടിട്ട വീടുകളുടെ ഓർമ്മകൾ മലയാളിയുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി അവശേഷിക്കും, കളിമണ്ണിന്റെ കണ്ണീര് പോലെ.